കേരളത്തിൽ നിന്ന് ഇത്തവണ ബി.ജെ.പിക്ക് എത്ര സീറ്റ് ലഭിക്കും എന്ന ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. എത്ര സീറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അവർ പറയുന്നത് 5 സീറ്റ് ഇത്തവണ ലോക്സഭയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ നേതാക്കൾ ആരുമല്ല, ഇവിടെ കേരളത്തിന് ചുമതലയുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രകാശ് ജാവ്ദേക്കറാണ് പറയുന്നത്. എന്നാൽ ഈ 5 സീറ്റ് ഏതൊക്കെയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നിൽ പല തന്ത്രങ്ങളും ബി.ജെ.പി ഒരുക്കുന്നുണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ ഈ കേരളത്തിൽ ഇതൊക്കെ അങ്ങനെ വിലപ്പോകുമോ എന്ന ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നേരത്തെ ബി.ജെ.പി തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും അതിനനുസരിച്ചുള്ള സീറ്റ് ഇവിടുന്ന് ലഭിക്കുമെന്നുള്ള സൂചനകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഇലക്ഷനോട് അടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും മണിപ്പൂർ വിഷയത്തിലടക്കം അത് വലിയ ചർച്ചയായി മാറിയതോടെ ബി.ജെ.പിക്ക് ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നിട്ടില്ലെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്. മലയോര കർഷകരടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി.ജെ.പി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അതിൽ മയങ്ങി ഇവിടെയുള്ള വോട്ടർമാർ വോട്ട് ചെയ്ത് 5 സീറ്റ് ബി.ജെ.പിക്ക് നൽകും എന്നൊക്കെയാണ് പ്രകാശ് ജാവ്ദേക്കർ വിചാരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതും ആ ഒരു മേഖലയിലേക്ക് ഇനി ചേർന്ന് കഴിയാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലമാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ എത്തരത്തിലാണ് അവിടെ ഒരു വലിയ വെല്ലുവിളിയായി മാറുക എന്നതും ആ വെല്ലുവിളി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചോദ്യത്തിനും ബി.ജെ.പിക്ക് ഇതൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. പിന്നീട് ഇതുവരെ ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ ഒരിടത്ത് പോലും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയാത്ത കെ സുരേന്ദ്രനാണോ ഇനി മറ്റൊരു സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. വി മുരളീധരനും ചന്ദ്രശേഖറും ഒക്കെ തന്നെ കളം പിടിക്കാനായി തിരുവനന്തപുരത്ത് സജീവമായി നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം പാലക്കാട് മണ്ഡലത്തിലും ഇത്തവണ വലിയ പ്രതീക്ഷ പുറത്തുവിടുന്നുണ്ട്. തൃശ്ശൂർ എടുക്കാൻ ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപി സജീവ ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം സജീവമായി മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും ബി.ജെ.പിക്ക് സംശയമാണ്. ഒപ്പം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മോദി അടക്കമുള്ള ബി.ജെ.പിയുടെ പ്രധാന നേതാക്കൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ട് ഇവിടെ വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടത്താനുള്ള തുടക്കവും ആയിരിക്കുകയാണ്. ജനുവരി ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ നേതാക്കളും ഇവിടെ എത്തുന്നുണ്ട്. അവരിവിടെ വന്ന് ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തവണ 5-1 തൃശ്ശൂർ എന്ന ഉറപ്പിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒപ്പം ബി.ജെ.പിയുടെ ഉറച്ച കോട്ട എന്ന് വിശ്വസിക്കുന്ന പാലക്കാടും ഇത്തവണ അവർക്ക് കയ്യിൽ വിട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് ഇത്തവണ ക്രിസ്മസ് സന്ദേശമായി എത്തുന്ന ബി.ജെ.പി നേതാക്കൾ എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ അവരൊരു ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രകാശ് ജാവ്ദേക്കറിന്റെ 5 സീറ്റ് ഏതൊക്കെയാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടാണോ അതോ തൃശ്ശൂരിൽ നിന്നാണോ തിരുവനന്തപുരത്ത് നിന്നാണോ എവിടെ നിന്നാണെങ്കിലും 5 സീറ്റ് ഇത്തവണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ള വാശിയിലാണ് അവർ നിൽക്കുന്നത്. 5 സീറ്റ് പോയിട്ട് കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വലിയ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ 5 സീറ്റ് പോയിട്ട് ഒരു സീറ്റ് പോലും ഇത്തവണ ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് സത്യം.